ഇപ്പോഴും പല ആളുകൾക്കും CNG വാഹനം എടുക്കാൻ ഒരു പേടിയാണ്. അതിന്റെ കാരണം എന്താണ്? ഇത് പൊട്ടിത്തെറിക്കുമോ കത്തിപ്പിടിക്കുമോ എന്നുള്ളൊരു പേടിയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഭയം മാറ്റാൻ പോവാണ്. CNG യെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പോവാണ്. CNG സേഫ് ആണോ, നിങ്ങൾക്കത് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പോവാണ്. ആദ്യമായിട്ട് തന്നെ 2 സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം എന്താണ് CNG, എങ്ങനെയാണ് കിട്ടുന്നത്, അതിന്റെ ശേഷം നമുക്ക് അതിന്റെ വർക്കിംഗ്, ഇതുകൊണ്ടുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ CNG എന്താണെന്നുള്ളത് നോക്കാം. CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഇത് നാച്ചുറൽ ഗ്യാസ് ആണ്, അതായത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ലക്ഷക്കണക്കിന്, ഏകദേശം 300 ദശലക്ഷത്തോളം വർഷം, ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്ക്. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, ദശലക്ഷമാണ്, 300 ദശലക്ഷം. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സസ്യങ്ങളും അതുപോലെ കടൽ ജീവികള്, ചെറിയ ജീവജാലങ്ങൾ, ഇതെല്ലാം ചത്ത് മണ്ണിന്റെ അടിയിൽ അടിഞ്ഞുകൂടല്ലോ. ചത്ത് കഴിഞ്ഞാൽ മണ്ണിൽ കിടക്കും, കടലിന്റെ അടിയിലൊക്കെ കിടക്കും. ഇതിന്റെ മുകളിലേക്ക് ചളിയും മണ്ണും ഒക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. അതൊരു 300 ദശലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുമ്പം മുകളിൽ ഒരുപാട് മണ്ണ് അടിഞ്ഞുകൂടൂലേ? കുറെ മണ്ണും ചളിയും ഒക്കെ വന്ന് അടിഞ്ഞത് കിലോമീറ്ററുകളോളം താഴേക്ക് പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഈ മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവിടെ ടെമ്പറേച്ചർ കൂടും, അതുപോലെ തന്നെ പ്രഷറും കൂടും. പക്ഷേ ഓക്സിജൻ കിട്ടുമോ? ഇല്ല. നമ്മളൊരു സാധനം അടിയിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചളിയും മണ്ണും ഒക്കെ ഇട്ട് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഓക്സിജൻ കിട്ടില്ല. ഈ ഒരു ഓക്സിജന്റെ അഭാവത്തിൽ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ കിലോമീറ്ററുകളോളം താഴെ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഈ സാധനങ്ങൾ, ഈ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ കിടന്നു കഴിഞ്ഞാൽ അത് പതുക്കെ എന്തായിട്ട് മാറാൻ തുടങ്ങും? ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറാൻ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കഥ പണ്ട്. കാരണം പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലും ഉണ്ടാവുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഈ പ്രോസസ്സ് നടക്കുന്നത്, ഇത് കുറെ കാലം മണ്ണൊക്കെ കടന്നു കഴിഞ്ഞാൽ അത് പാറയായിട്ട് മാറും അല്ലെ? ഈ പാറയുടെ അടിയിൽ ഇത് നടക്കുന്നത്, ഈ ഹൈഡ്രോ കാർബൺസ് ആയിട്ട് മാറുന്നത് ഹൈ ടെമ്പറേച്ചറിലാണെങ്കിൽ അതെന്തായിരിക്കും? അത് നാച്ചുറൽ ഗ്യാസ് ആവും. ഈ പ്രോസസ്സ് നടക്കുന്നത് ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ അത് ക്രൂഡ് ഓയിൽ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ക്രൂഡ് ഓയിലിനെ തൽക്കാലം മാറ്റി നിർത്തുന്നു. നമുക്കിപ്പോൾ ആവശ്യം നാച്ചുറൽ ഗ്യാസ് ആണ്. ഈ നാച്ചുറൽ ഗ്യാസിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്, അതായത് 80 മുതൽ 90% വരെ അടങ്ങിയിട്ടുള്ളത് മീഥെയിൻ ആണ്. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഗ്യാസ് ആണ് മീഥെയിൻ. ഈ ഗ്യാസിന്റെ പ്രത്യേകത എന്താ? ഗ്യാസ് നേരെ മുകളിലേക്ക് വരുമല്ലോ, താഴെ നിൽക്കുമോ? എപ്പോഴും മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ഉണ്ടായിട്ടുള്ള ഗ്യാസ് പാറയുടെ ഒക്കെ വിള്ളലുകളിലൂടെയും ചെറിയ സുഷിരങ്ങളിലൂടെയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ വരുന്ന സമയത്ത് ക്യാപ്പ് റോക്ക് അല്ലെങ്കിൽ ക്യാപ്സ് റോക്ക് എന്ന് പറയും. അതായത് നല്ല കട്ടിയുള്ള ഏതെങ്കിലും പാറയുടെ അടിയിൽ പോയിട്ട് ഇത് മുകളിലേക്ക് വരാൻ കഴിയാതെ അവിടെ തട്ടി നിൽക്കും. അങ്ങനെ പാറയുടെ അറകളിൽ ഇത് സ്റ്റോർ ചെയ്ത് അങ്ങനെ കിടക്കും. അത് നമ്മൾ എടുക്കാത്തിടത്തോളം കാലം അത് അവിടെ കിടക്കും. ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്യാസ് ഉള്ള സ്ഥലത്തേക്ക് ഡ്രില്ല് ചെയ്തിട്ട് ഹോളൊക്കെ ഇട്ടിട്ട് അവിടുന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ എടുക്കുന്ന ഗ്യാസിനെ പിന്നെ നമ്മൾ റിഫൈനറികളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യും. പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ, ഈ നാച്ചുറൽ ഗ്യാസിൽ മീഥെയിന് പുറമെ ബ്യൂട്ടൈൻ ഉണ്ടാവും, പ്രൊപ്പൈൻ ഉണ്ടാവും, ഈഥെയിൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, കുറെ സാധനങ്ങൾ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ്, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ്, നമുക്ക് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് മീഥെയിനെ മാത്രമാണ് നമ്മൾ എന്താകുന്നത്, വണ്ടികളിൽ കത്തിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിൽ കത്തിക്കാനായിട്ടുള്ള നാച്ചുറൽ ഗ്യാസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഗ്യാസിനെ ഇപ്പോഴും അതിന്റെ പേര് നാച്ചുറൽ ഗ്യാസ് എന്നാണ് അല്ലെ? ഇനി ഈ ഗ്യാസ് എപ്പോഴാണ് CNG ആവുന്നത്? ഈ ഗ്യാസിനെ ഏതെങ്കിലും സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ കംപ്രസ് ചെയ്തിട്ട് കയറ്റണം. അല്ലാതെ കയറുമോ? ഗ്യാസ് ഒരിക്കലും നോർമലി സിലിണ്ടറിൽ നിൽക്കില്ല. നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് കംപ്രസ് ചെയ്തിട്ടാണ് ഇതിനെ വലിയ സിലിണ്ടറുകളിലേക്ക് ആക്കി മാറ്റുന്നത്. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏകദേശം വലിയ സിലിണ്ടറുകളിലൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 300 ബാർ എന്ന് പറയുമ്പോൾ ഏകദേശം 3000 PSI. 3000 എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മുടെ വണ്ടിയുടെ ടയറിലൊക്കെ ഉള്ള എയർ പ്രഷർ എത്രയാണ്? 30-35 PSI ആണ്. അതിന്റെ ഏകദേശം 100 മടങ്ങ് ആണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. 3000 PSIയിലൊക്കെയാണ് ഈ നാച്ചുറൽ ഗ്യാസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ പേര് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG ആയിട്ട് മാറുന്നത്. ഇനി ഇതിനെ ചില സമയത്ത് കംപ്രസ്ഡ് നാച്ചുറൽ ഈ ഗ്യാസ് ആയിട്ടല്ല, ദ്രാവക രൂപത്തിലും സ്റ്റോർ ചെയ്യും. ദ്രാവക രൂപത്തിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ -160 ഡിഗ്രിയിലേക്ക് തണുപ്പിക്കും. അങ്ങനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലിക്വിഡായി. ആ സമയത്ത് ഇതിന്റെ പേരെന്തായി? ലിക്വിഫൈഡ് അല്ലെങ്കിൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNG എന്ന് പറയും. അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക്
ഈ ഒരു നാച്ചുറൽ ഗ്യാസിനെ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്തത് നമ്മുടെ പെട്രോൾ പമ്പുകളിലേക്കൊക്കെ എത്തിക്കും. പെട്രോൾ പമ്പിൽ സിലിണ്ടറുകൾ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, കണ്ടിട്ടില്ലേ? അതിൽ നിന്നാണ് നമ്മുടെ വാഹനത്തിലേക്ക് നിറയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വാഹനത്തിൽ CNG എത്തുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്. ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇനി നമുക്ക് നോക്കാം, ഈ CNG പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ഇത് ലീക്ക് വന്നാലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഈ CNG എന്ന് പറഞ്ഞ സാധനം നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസാണ്. ഡെൻസിറ്റി കൂടിയാൽ എന്താ സംഭവിക്കുക, ഡെൻസിറ്റി കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കൂടിയ സാധനങ്ങൾ എപ്പോഴും താഴെ നിൽക്കും, ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ മുകളിൽ നിൽക്കും. അപ്പം നമ്മൾ വെള്ളത്തിൽ കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, താന്നു പോകും. ആ വെള്ളത്തിൽ കുറെ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായി, കോഴിമുട്ട പൊന്തി നിൽക്കും. കാരണം അപ്പോൾ കോഴിമുട്ടയുടെ ഡെൻസിറ്റി വെള്ളത്തിന്റെ ഡെൻസിറ്റിനേക്കാളും കുറഞ്ഞു. അതാണ് ഡെൻസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസ് ആണ് മീഥെയിൻ. അതുകൊണ്ട് തന്നെ ഒരു ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ മീഥെയിൻ എത്രയും പെട്ടെന്ന് എങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. പക്ഷെ ആ സമയത്ത് ഒരു LPG ആണ് ലീക്ക് ആയതെങ്കിലോ, LPG ഡെൻസിറ്റി കൂടിയ ഗ്യാസ്, അത് താഴെ കിടക്കും. അതുകൊണ്ടാണ് LPG ലീക്കായി കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാവുന്നത്. CNG ലീക്കായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സാധ്യത അല്ല. ഈ ഗ്യാസ് എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകും. അതുകൊണ്ട് താഴെ കത്തിപ്പിടിക്കാനുള്ള ഒരു അവസരം അവിടെ നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള ഫ്യൂവലുകൾ പെട്രോൾ, ഡീസൽ, LPG ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് CNG. ഇനി അതിന്റെ അടുത്ത ഒരു കാരണം നോക്കാം. ലീക്കായി, നമ്മൾ പറഞ്ഞു ലീക്കായി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ചിലപ്പം എഞ്ചിനൊക്കെ ഇങ്ങനെ ചൂടായി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പെട്രോളൊക്കെ വീണ് കഴിഞ്ഞാൽ കത്തൂലേ? അതായത് ഓട്ടോ ഇഗ്നിഷൻ. ഒരു സാധനം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ എത്തിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കത്തും. അതാണ് ഓട്ടോ ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ CNG ഓട്ടോമാറ്റിക് ആയിട്ട് കത്തണം എന്നുണ്ടെങ്കിൽ 540 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാവണം. 540 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ നമുക്ക് അത്ര ആയാൽ കത്തുമല്ലോ എന്ന് നമുക്ക് തോന്നും. എന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പെട്രോളിന്റെ കേസിൽ പെട്രോൾ 280 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കത്തും. അപ്പൊ ഇതിന്റെ എത്രയോ താഴെയല്ലേ ഇത്. ആ ടെമ്പറേച്ചർ എത്തിയ പെട്രോൾ ഓട്ടോമാറ്റിക് കത്തും. ഇനി ഡീസൽ ആണെന്നുണ്ടെങ്കിലോ 210 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടായാൽ മതി, അപ്പം ഡീസൽ ഓട്ടോമാറ്റിക് കത്തും. LPGയുടെ കേസിലോ LPG 450 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടായി കഴിഞ്ഞാലേ ഓട്ടോമാറ്റിക് കത്തുള്ളൂ. ഈ ഒരു ഓട്ടോ ഇഗ്നീഷന്റെ കേസ് നോക്കുന്ന സമയത്തും നമുക്ക് ഏതാ സേഫ്? 540 ഡിഗ്രി ആയാലേ നമ്മുടെ CNG കത്തുന്നുള്ളൂ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കത്താനുള്ള സാധ്യതയും CNGനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ കുറവാണ്. അവിടെയും നമുക്ക് CNG സേഫ് ആണ്. ഇനി അടുത്തൊരു കത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇത് അന്തരീക്ഷത്തിൽ കലർന്നു കഴിഞ്ഞാലാണല്ലോ ഇതൊക്കെ കത്തുക. ഈ CNG ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ 5 മുതൽ 15% വരെ ഉണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ, അതായത് മിനിമം അന്തരീക്ഷത്തിലുള്ള വായുവിന്റെ 5% CNG ഉണ്ടെങ്കിൽ മാത്രമേ അത് അന്തരീക്ഷത്തിൽ കത്തുള്ളൂ. 15 വരെ കത്തും. ഇനി 15ന്റെ മുകളിലേക്ക് പോയാലും എന്ത് ചെയ്യില്ല, ഇത് കത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ തോന്നുന്നു 5% ആയാൽ കത്തൂലേന്ന്. ഇനി അവിടെ നമ്മൾ പെട്രോളിന്റെ കാര്യം നോക്കാം. പെട്രോൾ കത്തണം എന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ ഇത് 1.4% വരെ മതി, എന്നാൽ തന്നെ പെട്രോൾ കത്തും. LPG ആണെന്നുണ്ടെങ്കിൽ 1.8% ആയാലും കത്തും. ഡീസൽ അന്തരീക്ഷത്തിൽ കലരൂല. ഡീസൽ കുറച്ച് ഹെവി ആയതുകൊണ്ട് എന്തായിരിക്കും, ലിക്വിഡ് ആയിട്ട് തന്നെ അവിടെ കിടക്കും. അതുകൊണ്ട് പെട്രോളിന്റെ LPGന്റെ കേസിലായിരുന്നു നമുക്ക് ബാധകമാവുന്നുള്ളൂ. അവിടെയും ആരാണ് സേഫ്? CNG ആണ്. കാരണം മിനിമം 5% ഉണ്ടായാലേ അത് കത്തുള്ളൂ. അതൊരിക്കലും 5 എത്തില്ല, അതിന്റെ മുന്നേ തന്നെ അത് മുകളിലേക്ക് പോകും. പക്ഷെ LPGയും പെട്രോളും ഒക്കെ 5 അല്ല 1.4 1.8 ഒക്കെ എത്താനുള്ള സാധ്യത CNGനെ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെയും സേഫ് CNG തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യമാണ് ഒക്ടെയിൻ നമ്പർ എന്നൊരു സംഭവമുണ്ട്. ഒക്ടെയിൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യുവലിനൊക്കെ ഒരു നമ്പർ, പെട്രോളിന് എന്താ പറയാ ഹൈ പവർ പെട്രോളൊക്കെ ഉണ്ടല്ലോ, ഈ പവറൊക്കെ ആവുന്ന സമയത്ത് ഒക്ടെയിൻ നമ്പർ കൂടിയ പെട്രോളാണ്. അതായത് വണ്ടിയുടെ ഉള്ളിൽ നോക്കിങ് കുറയ്ക്കണം. നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പവർ പെട്രോളൊക്കെ മേടിക്കുക. നോക്കിങ് കുറയണം. നോക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പെട്രോൾ എഞ്ചിൻ്റെ ഉള്ളിൽ എങ്ങനെ കത്തുക, എയർ ഫ്യൂവൽ മിക്സ്ചർ കൊടുക്കും, എന്നിട്ട് സ്പാർക്ക് പ്ലഗിന്ന് സ്പാർക്ക് വരും. ആ സമയത്താണ് ഇത് കത്തുക. അതാണ് നോർമലി രീതി. അതിന് വിപരീതമായിട്ട് എയർ ഫ്യൂവൽ മിക്സ്ചർ കൊടുത്ത സമയത്ത് കംപ്രഷൻ ഇത് സ്പാർക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ കത്തും. അതാണ് നോക്കിങ്ങിന് കാരണമാണ്. ഇങ്ങനെ കത്തി കഴിഞ്ഞാൽ പിന്നെ സ്പാർക്ക് വരുമ്പോഴും കത്തും. രണ്ടും കൂടെ രണ്ട് സമയത്തായി കത്തുകയല്ലേ, ഇത് തമ്മിൽ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയാ പ്രശ്നമാണ്. ഇങ്ങനെ മുൻപേ കത്തുന്നതിന്റെ ഫലമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ സ്ഫോടനം, അതാണ് നോക്കിങ്. ഇത് സിലിണ്ടർ ഹെഡിനും പിസ്റ്റണിനും ഒക്കെ കേടാണ്.
എഞ്ചിന്റെ ലൈഫ് കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഈ നോക്കിങ് വാഹനത്തിന് നല്ലതല്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പവർ പെട്രോളൊക്കെ നല്ല എന്താ പറയാ ഹൈ വില കൂടിയ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. ഈ നോക്കിങ് നമ്മുടെ CNGയുടെ കേസിൽ നോക്കുമ്പം CNGന്റെ ഒക്ടേൻ നമ്പർ 120 വരുന്നത്, പെട്രോളിൻ്റെത് 90 വരുന്നുള്ളൂ. അപ്പം നോക്കിങ് എന്നുള്ള ഒരു പ്രശ്നം തന്നെ ഇവിടെ വരുന്നില്ല, CNGയിൽ വരുന്നില്ല. ഇനി പവർ പെട്രോളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 95, 97 ഒക്കെ വരുള്ളൂ, ഒരിക്കലും 100ന്റെ മുകളിലേക്ക് പോവില്ല. CNGയുടെ ഒക്ടേൻ നമ്പർ 120 ആയതുകൊണ്ട് എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നോക്കിങ്ങിന്റെ പ്രശ്നം തന്നെ വരുന്നില്ല. അതുകൊണ്ട് ഹൈ കംപ്രഷൻ റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് എഞ്ചിന്റെ നല്ല കംപ്രഷൻ റേഷ്യോ കൂട്ടിയിടാനായിട്ട് ഈ ഒരു CNG ഫ്യൂവലിൽ സാധിക്കും. അതുകൊണ്ട് എഞ്ചിൻ ലൈഫിന്റെ കാര്യത്തിലും CNG ബെറ്റർ ആണ്. ഇനി പൊല്യൂഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ഈ ഒരുപാട് CNGയിലേക്ക് മാറാൻ പറയുന്നുണ്ടല്ലോ. കാരണം ഇതിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷൻ മറ്റുള്ളതിനെ അപേക്ഷിച്ച് 20% കുറവാണ്. ഒരു ക്ലീൻ ഫ്യൂവലാണ്, എമിഷനും കുറവാണ്. ആ ഒരു കാര്യത്തിലും CNG സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഓയിലിലേക്ക് കലർന്ന ഓയിലിൽ കുറെ ഡെർട്ട് കലറല്ലോ, ഓയിൽ നിങ്ങൾ മാറ്റുന്ന സമയത്ത് അറിയാം കുറെ കറുത്ത പൊടി അതും ഇതൊക്കെ ഉണ്ടായിരിക്കും പെട്രോളും ഡീസലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്. പക്ഷെ CNG ആവുമ്പോൾ സമയത്ത് ഈ ഓയിലിലേക്ക് കലർന്ന ഡെർട്ടിന്റെ അളവ് വളരെ കുറവാണ്. ഓയിലിന്റെ ലൈഫും കൂടുതൽ കിട്ടും, എഞ്ചിന്റെ ലൈഫും അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കൂടുതൽ കിട്ടും. ആ ഒരു കാര്യത്തിലും CNG തന്നെയാണ് സേഫ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. മറ്റു ഫ്യൂവലിനൊക്കെ അപേക്ഷിച്ചിട്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫ്യൂവൽ ഏത് തന്നെയാണ്, CNG ആണ്. അതുകൊണ്ട് ഇത് CNG വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ അതിനെക്കുറിച്ച് ഇത് പൊട്ടിത്തെറിക്കോ കത്തിപ്പിടിക്കോ എന്നുള്ളൊരു വേവലാതിന്റെ ആവശ്യമില്ല. ആകെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG വെക്കാനായിട്ടുള്ള സിലിണ്ടറാണ്. ഈ സിലിണ്ടർ എന്ത് ചെയ്യണം, വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുമ്പം അവിടെ കുറച്ച് സ്ഥലം കുറയും. ആ ഒരു പ്രശ്നം നമുക്കുണ്ടാവും. അല്ലാതെ എല്ലാ രീതിയിലും എന്ത് CNG നല്ലതാണ്. ഇനി ഒരു കാര്യം വിട്ടുപോയി, CNGക്ക് എനർജി ഡെൻസിറ്റി കൂടുതലാണ് CNGക്ക്. അതുകൊണ്ട് തന്നെ മൈലേജും പെട്രോളിനെയൊക്കെ അപേക്ഷിച്ച് ഒരു 40 മുതൽ 60% വരെ മൈലേജ് നമുക്ക് കൂടുതൽ കിട്ടും. അതായത് ഇപ്പോൾ ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം പെട്രോളിൽ 20 കിലോമീറ്റർ ഓടുന്ന ഒരു കാറാണെങ്കിൽ അതേ എഞ്ചിൻ CNGയിൽ ഓടുന്ന സമയത്ത് അതിനൊരു 32 കിലോമീറ്റർ മൈലേജ് കിട്ടും. അത് ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും മൈലേജ് കിട്ടും. അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ നമുക്ക് CNG തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് CNGയെ കുറിച്ചൊരു പേടി വേണ്ട. CNG സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂവലാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്